നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ വേടൻ എന്ന് പറയുന്ന മുത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വന്നിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നുണ്ട്. ആ നിലപാടിൽ അദ്ദേഹം പറയുന്നത് കഞ്ചാവ് വലിച്ചു എന്നുള്ള പേരിൽ വേടനെ കഞ്ചാവ് എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ അതും ഇതും പറയരുത്, കഞ്ചാവ് അടിൻ എന്ന് പറഞ്ഞിട്ട് കളിയാക്കരുത്. അതിൽ വേടന് എന്താണ് പിന്തുണ KB ഗണേഷ് കുമാർ കൊടുത്തുകൊണ്ട് സംസാരിച്ചതെന്നുള്ള വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം. അബദ്ധം പറ്റിപ്പോയി, നീ ഒരു ഇവിടുത്തെ കഞ്ചാവടിക്കാരൻ എന്തിയേ എന്ന് ചോദിക്കരുത്. അവനോട് എനിക്ക് അത്യധികമായ സ്നേഹമാണ് തോന്നി. ഒരു തെറ്റുപറ്റി പൊറുക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ വേടൻ എന്നൊരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ എന്താ, എനിക്കൊരു തെറ്റുപറ്റി, എല്ലാവരും മാപ്പാക്കണം, ഞാനതിനെ തിരുത്തും. അയാൾ തിരുത്തി ജീവിച്ചാൽ അയാൾ ഏറ്റവും നല്ലവനാണ് എന്നാണ്. അയാൾ ഏറ്റവും നല്ലവനാണ്. കാരണം ആ കുട്ടി ഞാൻ മനസ്സിലാക്കിയത്തോളം അവൻ പോലീസിനോടോ നാട്ടുകാരോടോ ഉള്ള അവൻ്റെ പെരുമാറ്റ രീതി വളരെ മാന്യമാണെന്ന് എനിക്ക് TV യിൽ കണ്ടിട്ടുള്ള പരിചയം, എനിക്ക് നേരിട്ട് പരിചയമൊന്നുള്ള ആളല്ല. TV യിൽ കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഒരു ശരീരഭാഷയും ആ കുട്ടിയുടെ ഒരു മനസ്സിൻ്റെ ഒരു രീതികളും കാര്യങ്ങളോട് പ്രതികരിക്കുന്ന സമീപനമെല്ലാം വളരെ നല്ലതാണ് എന്ന് തോന്നി. അവൻ്റെ ജീവിതത്തിൽ അവനൊരു അബദ്ധം പറ്റി, ആ അബദ്ധത്തെ ക്ഷമിക്കാനും അത് തിരുത്താനും അവനൊരു അവസരമുണ്ട്. ഒരബദ്ധം പറ്റിപ്പോയി, നീ ഒരു ഇവിടുത്തെ കഞ്ചാവടിക്കാരൻ എന്തിയേ എന്ന് ചോദിക്കരുത്. ഒരബദ്ധം നമ്മൾ കുട്ടിക്ക് പറ്റിയാൽ അവനെ പറഞ്ഞു തിരുത്തി അല്ലെങ്കിൽ അവളെ പറഞ്ഞു തിരുത്തി നമ്മൾ കൂടെ നിർത്തണം എന്നുള്ളതാണ്. നമ്മൾ ഈ ചുമ്മാ ഡയലോഗിന് വേണ്ടി ചേർത്ത് നിർത്തും എന്നൊക്കെ വെറുതെ പറയുന്നത്. അങ്ങനെ ചേർത്ത് നിർത്തുന്നതല്ല. അധ്യാപകനെ ലഹരി അടിച്ചുകൊണ്ട് നല്ല ചീത്ത പറയാണ്. അപ്പോൾ കുറേ ആൾക്കാർ പറയാണ് അധ്യാപകനെ ചീത്ത വിളിച്ച് അവനെ ചേർത്ത് നിർത്തും. അവനെ ചേർത്ത് നിർത്തുന്നില്ല, അവനെ ശാസിച്ച് മര്യാദയ്ക്ക് നിർത്തുക എന്നുള്ളതാണ് വേണ്ടത്. അതിനൊന്നും ഞാൻ യോജിക്കും. ഞാനൊരു പിന്തിരിപ്പൻ നാട്ടമ്പുറത്തുകാരനാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ കുഞ്ഞുങ്ങളോടുള്ള സമീപനത്തിൽ സ്നേഹത്തോടൊരു സമീപനം വേണം, അവരുടെ മേലൊരു നോട്ടം വേണം. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനൊരു അബദ്ധം പറ്റിയാൽ പോലും അവരെ അറിയിക്കുക. അവർ നിങ്ങളെ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടാൻ വരുന്നതല്ല, അവർ നിങ്ങളെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കും. ഷൈൻ ടോം ചാക്കോ എന്ന സിനിമാ നടൻ ലഹരിക്ക് അടിമയാണ്, എനിക്ക് മോചനം വേണമെന്ന് ആവശ്യപ്പോൾ അയാളെ ലഹരി മോചന കേന്ദ്രത്തിൽ എത്തിയത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ് എത്തിച്ചത്. അല്ല, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ലഹരി കഴിക്കുന്നവരെ എല്ലാം തൂക്കിക്കൊല്ലാൻ വരുന്ന ആളല്ല. അയാളുടെ തെറ്റ് തിരുത്താനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ആഗ്രഹിക്കുന്നു പറയുമ്പോൾ അയാളെ അപ്പോൾ തന്നെ ആ രാത്രിയിൽ തന്നെ ഒരു ലഹരി മോചന കേന്ദ്രത്തിലേക്ക് എത്തിച്ച് ആ ചികിത്സ കൊടുക്കാനാണ് എക്സൈസ് വകുപ്പ് ശ്രമിച്ചത്. അത് മാതൃകാപരമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീട്ടിലൊരു കുഞ്ഞിനൊരു അബദ്ധം പറ്റി, അത് വിളിച്ചു പറഞ്ഞാൽ ഗുണമെന്നറിയാം. ഈ കൊടുത്തവൻ പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാനെങ്കിലും നമുക്ക് പറ്റും. എൻ്റെ കുഞ്ഞിന് അബദ്ധം പറ്റി, അങ്ങ് ചവിട്ടിത്താത്ത് ഒളിച്ചു വെച്ചേക്കാം. ഒന്നും ഒളിച്ചു വയ്ക്കേണ്ടതല്ല. സത്യം പറഞ്ഞത് കൊണ്ട് ഈ ലോകത്തൊന്നും സംഭവിക്കില്ല. എൻ്റെ ജീവിതത്തിൽ സത്യം വിളിച്ചു പറഞ്ഞിട്ടാണ്. അപ്പോൾ പലരും വിചാരിച്ചു അവൻ സത്യം പറഞ്ഞവൻ്റെ കാറ്റ് പോയെന്നാണ് വിചാരിച്ചത്. സത്യം പറഞ്ഞ ഒരു കാര്യം, നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് സമ്മതിച്ചാൽ ലോകം അതിനോട് പൊറുക്കും. അത് ഈ വേടൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അയാളോട് ഒരാൾക്കും ഒരു വിദ്വേഷവും തോന്നുന്നില്ല, സ്നേഹമാണത്. എനിക്ക് ആ കുട്ടിയോട് ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അവനോട് എനിക്ക് അത്യധികമായ സ്നേഹമാണ് തോന്നി. കൊച്ചുകുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയ വാത്സല്യമാണ് തോന്നിയത്. അതുകൊണ്ട് നമ്മൾ ഒളിച്ചു വയ്ക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കരുത്. പോലീസിനെ ആണെങ്കിൽ എക്സൈസിനാണെങ്കിൽ അറിയിക്കേണ്ടവരെ അറിയിക്കുകയും അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. കണ്ടില്ലേ, അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരച്ഛൻ്റെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ വാത്സല്യം ആ വാക്കുകൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതിൽ, ഇനി അമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങളാരും പറയണ്ട കേട്ടോ, അമ്മ അച്ഛൻ എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ തന്നെയാണ്, എല്ലാവരുടെയും സ്നേഹം ഒരേപോലെയാണ്, നിഷ്കളങ്കമായ സ്നേഹം, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സത്യം. വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ലൈവിൽ വന്നിട്ട്, ലൈവ് പ്രോഗ്രാം വന്ന സമയത്ത് അവിടെ വേടൻ പറയുന്നൊരു വാക്കുണ്ട്, എടാ മക്കളെ എനിക്ക് തെറ്റ് പറ്റി, ആ തെറ്റ് ഞാൻ തിരുത്താൻ തയ്യാറാണ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയത് എനിക്കറിയാം, ആ തെറ്റ് തിരുത്താനുള്ള കഴിവും അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്താനായിട്ട് ഞാൻ പൂർണ്ണ ബാധ്യസ്ഥനാണ്, നിങ്ങൾ പറയുന്ന കേൾക്കാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വരെ വേടൻ പറയുന്നുണ്ട്. ആ വേടൻ്റെ ഓരോ വാക്കുകളിലും വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടോളൂ, പക്ഷേ വേടൻ്റെ ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ഇഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവരുത്, അത് നിങ്ങൾ മാറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളിൽ നിന്ന് തന്നെ മാറ്റണം. അത് വേടനും അംഗീകരിക്കുന്നില്ല, വേടനും അതിനോട് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ വേടൻ പറയുകയുണ്ടായി. ആ ഹിരൺദാസ് അല്ലെങ്കിൽ വേടൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഒരു ആഴം അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ വലുപ്പം എന്ന് പറയുന്നത്, ആ വ്യക്തി വന്നിട്ട് അത്രയും ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ നിന്നിട്ട് പറയാണ് താൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ താൻ ആ തെറ്റിനെ അനുകൂലിക്കുകയല്ല, അല്ലെങ്കിൽ ആ തെറ്റിനെ താൻ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നില്ല. തെറ്റ് എവിടെയാണ് താൻ ചെയ്തതെന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താൻ ആ തെറ്റിനെ തിരുത്താൻ തയ്യാറാണെന്ന് തന്നെ പറയുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇത്രയും അധികം ആളുകൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം ചെയ്ത തെറ്റിനെ തെറ്റെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, തെറ്റല്ല എന്ന് പറഞ്ഞില്ല. അങ്ങനെയുള്ളൊരു വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സ് അല്ലെങ്കിൽ ആ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടം. ആ വ്യക്തിയെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടം.
എന്തുകൊണ്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ നിൽക്കുന്നു, വേടനെ അറിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ വേടൻ്റെ ഇപ്പോഴത്തെയുള്ള നിലപാടോ അല്ലെങ്കിൽ വേടൻ്റെ പാട്ടുകളൊക്കെ ഒന്ന് കേട്ട് നോക്കിയോ. നിങ്ങൾ ഇനി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, അറിയില്ല നിങ്ങൾ വെറുതെ പറഞ്ഞാൽ അത് നമുക്കറിയാം, അറിയില്ല എന്ന് പറഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വേടൻ്റെ ഫാൻസ് ആയിപ്പോവും. വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാനിതുവരെ കണ്ടിട്ടില്ല. കെ വി ഗണേഷ് കുമാർ പറഞ്ഞ പോലെ തന്നെ ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എന്തോ ഇഷ്ടമാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ. നമ്മുടെ സിനിമാ നടന്മാർക്കോ അല്ലെങ്കിൽ നമ്മുടെ സീരിയലിലുള്ളവർക്കോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ബിഗ് സ്ക്രീനിൽ വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ആർക്കും കിട്ടാത്തൊരു സ്വീകാര്യതയാണ് നമ്മുടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി വരുന്നത്. ഈവൻ നമ്മുടെ മോഹൻലാലോ മമ്മൂട്ടിയെ വന്നാൽ പോലും കൂടാത്ത അത്ര ആളുകൾ നമ്മുടെ വേടൻ എന്ന് പറയുന്ന വ്യക്തി വരുമ്പോൾ കൂടും. കാരണം എന്താ? വേടൻ എന്ന് പറയുന്ന വ്യക്തി സാധാരണക്കാരിൽ നിന്ന് വളർന്നു വന്ന് ഈ രീതിയിൽ നിൽക്കുന്നതാണ്. എന്നിട്ടും താൻ വന്ന വഴികൾ മറക്കുന്നില്ല. വന്ന വഴികളിലെ തടസ്സങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഒരു കവിതയിൽ കൂടി അദ്ദേഹം വിളിച്ചോതുകയാണ്. ആ വിളിച്ചോതുന്ന കവിതകൾ മനസ്സിലാക്കിയിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് വേടനെ മുൻപന്തിയിലേക്ക് നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അതിനെ കണ്ടിട്ട് കണ്ണടച്ചുകൊണ്ട് നിൽക്കാനായിട്ട് ആർക്ക് സാധിക്കില്ല. ഇനി അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സെന്താണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. വേടൻ എന്ന് പറയുന്ന വ്യക്തി അറിയില്ലെന്ന് പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം കറുത്തവൻ വെളുത്തവൻ, ജാതിയിൽ ഉയർന്നവൻ താഴ്ന്നവൻ എന്നൊക്കെ ഉള്ളൊരു മനസ്സാണ്. ഇനി ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറേ പേര് വന്ന് പറയും ഈ ജാതി അതിനകത്ത് കൂട്ടിച്ചേർക്കരുത്, വേടൻ ചെയ്ത കഞ്ചാവല്ലേ, വേടൻ ചെയ്ത തെറ്റാണ്. തെറ്റല്ല എന്ന് ആരും പറയുന്നില്ല, വേടനും പറയുന്നില്ല, തെറ്റാണ്. പക്ഷേ തിരുത്താൻ ഒരു അവസരം അയക്കും കൊടുക്കും. താൻ ചെയ്തത് തെറ്റാണെന്ന് സമൂഹം വിലയിരുത്തുമ്പോൾ അത് തെറ്റല്ല, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ വന്ന് നിൽക്കുന്നതല്ല വേടൻ്റെ നിലപാട്. ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാനത് തിരുത്താൻ തയ്യാറാണ്, എൻ്റെ മക്കൾ എന്നോട് ക്ഷമിക്കുക, എൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ എൻ്റെ ആരാധകരെന്നോട് ക്ഷമിക്കുക എന്നാണ് വേടൻ പറഞ്ഞത്. അങ്ങനെ നിലപാടുള്ള ആൺകുട്ടികൾ തന്നെയാണ് ഇവിടെ വേണ്ടത്. ഇതിൽ ജാതിയോ മണമോ നിറമോ ഒന്നുമല്ല നമുക്ക് കാര്യം. ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ നിലപാടും ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ പ്രവൃത്തിയും അതാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയധികം ഉയർത്തിയിരിക്കുന്നത്. ഇനിയും വേടൻ ഉയരങ്ങളിലേക്ക് തന്നെ പോകും. അത് കണ്ട് അസൂയപ്പെടുന്നവർ അങ്ങനെ ഇരിക്കുകയുള്ളൂ, പൊട്ടക്കല്ല തവളയെ പോലെ. വേടാ കയറി വാടാ മോനെ.